നിലവിലുള്ള S-400 ട്രയംഫ് ബാറ്ററികൾക്ക് പകരമായി S-350 ബിറ്റാസ് വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യക്ക് നൽകാനുള്ള വാഗ്ദാനം റഷ്യ പുതുക്കി. പ്രതിരോധ നിർമ്മാണത്തിൽ സ്വാശ്രയത്വം കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമവുമായി പൊരുത്തപ്പെടുന്ന പൂർണ്ണമായ സാങ്കേതിക കൈമാറ്റം, പ്രാദേശിക ഉൽപാദനം, ഘടകങ്ങളുടെ പരിപാലനം എന്നിവ ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമീപകാല ഉന്നതതല ചർച്ചകളും അധികമായ S-400 റെജിമെന്റുകളെയും നൂതന S-500 സംവിധാനത്തെയും കുറിച്ചുള്ള ചർച്ചകൾക്കൊപ്പം തന്നെ ഈ ഓപ്ഷനും എടുത്തു കാണിക്കുന്നുണ്ട്. റഷ്യയുടെ അൽമാസാൻഡോ വികസിപ്പിച്ചെടുത്ത S-350 വിറ്റ്യാസ് പഴയ S-300 തുടങ്ങിയ വകഭേദങ്ങളെ മറികടക്കാൻ ആധുനിക മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനവുമായി പ്രവർത്തിക്കുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിമാനം പോലുള്ള എയറോഡൈനാമിക് ലക്ഷ്യങ്ങൾക്കെതിരെ പരമാവധി 120 കിലോമീറ്ററും ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഏകദേശം 2530 കിലോമീറ്ററും വരെ ആക്രമണ പരിധി ഇതിനുമുണ്ട്. ഇന്റർസെപ്ഷൻ ഉയരം 30 കിലോമീറ്റർ വരെ എത്തും. ഓരോ ലോഞ്ചറിലും 12 മിസൈലുകൾ വരെ ഉൾക്കൊള്ളാൻ കഴിയും. പ്രധാനമായും ആക്റ്റീവ് റഡാർ ഗൈഡഡ് നയനം 96E, നയനം 96E2 വകഭേദങ്ങൾ. മെച്ചപ്പെട്ട വഴക്കത്തിനായി ഹ്രസ്വദൂര നയനം 100 മിസൈലുകൾ അനുബന്ധമായും നൽകുന്നുണ്ട്. 16 എയറോഡൈനാമിക് ടാർഗറ്റുകളെയോ 12 ബാലിസ്റ്റിക് ടാർഗറ്റുകളെയോ ഒരേ സമയം ട്രാക്ക് ചെയ്യാനും ഇടപഴകാനും അനുവദിക്കുന്ന ഇതിന്റെ മൾട്ടി ടാർഗറ്റ് ശേഷിയാണ് ഒരു ശ്രദ്ധേയമായ സവിശേഷത. പറക്കലിൽ 32 മിസൈലുകൾക്കുള്ള സൗകര്യങ്ങളാണ് ഇതിനുള്ളത്. താഴ്ന്ന പറക്കുന്ന ഭീഷണികൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ, കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ, സ്റ്റെൽത്തി വിമാനങ്ങൾ എന്നിവ പോലും കണ്ടെത്തുന്നതിൽ സിസ്റ്റത്തിന്റെ ആക്റ്റീവ് ഇലക്ട്രോണിക്കൽ സ്കാൻ ചെയ്ത അറേ റഡാർ വരെ മികച്ചതാണ്. ചക്രങ്ങളുള്ള ചേസിസിൽ ഉയർന്ന ചലനശേഷിയുള്ള ഇത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വേഗത്തിൽ വിന്യസിക്കാൻ കഴിയുന്നവയാണ്. നെറ്റ്വർക്ക് ചെയ്ത വ്യോമ പ്രതിരോധ ആർക്കിടെക്ചറുകളിൽ തടസ്സമില്ലാതെ സംയോജിപ്പിക്കാനും ഇതിന് കഴിയും. പ്രവർത്തന സമയത്ത് ഉക്രൈനിയൻ വിമാനങ്ങളെയും ഡ്രോണുകളെയും യാന്ത്രികമായി നശിപ്പിക്കുന്നതിലൂടെ S-350 അതിന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ജാമിംഗ് റെസിസ്റ്റന്റ് റഡാർ 24 മണിക്കൂറും നിരീക്ഷണ ശേഷിയുള്ളതിനാൽ എതിരാളികളെക്കാൾ മികച്ച പ്രകടനമാണ് റഷ്യൻ സ്രോതസ്സുകളിൽ നിന്ന് അവകാശപ്പെടുന്നത്. എന്നാൽ ഉക്രൈനിയൻ സൈന്യം ഡൊണെറ്റ്സ്ക് മേഖലയിലെ കുറഞ്ഞത് ഒരു യൂണിറ്റെങ്കിലും നശിപ്പിച്ചതായും നിരവധി റിപ്പോർട്ടുകൾ ഉയരുന്നുണ്ട്. ഇത് മത്സര പരിസ്ഥിതികളിലെ ദുർബലതകളെ അടിവരയിട്ട് കാണിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം S-350 അതിന്റെ മൾട്ടി ലെയർ വ്യോമ പ്രതിരോധത്തിലെ നിർണായക വിടവുകൾ നികത്തുന്നവയാണ്. S-400ന്റെ ദീർഘദൂര ആവരണത്തിന് താഴെയുള്ള മീഡിയം ഇന്റീരിയർ ടയറുകൾ ഉൾക്കൊള്ളിക്കുന്നു. ഇന്ത്യ 3 S-400 സ്ക്വാഡ്രണുകൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. 2 ഡെലിവറി കൂടി കാത്തിരിക്കുന്നു. ഇത് സംയോജനത്തിന് അനുയോജ്യമായ ഒരു ചട്ടക്കൂടാണ് സൃഷ്ടിക്കുന്നത്. ആകാശ്, ബരാകെയ്റ്റ് പോലുള്ള തദ്ദേശീയ സംവിധാനങ്ങൾക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുകയുമാണ് കൂട്ടിച്ചേർക്കുന്നത്. പാകിസ്ഥാനെതിരെ JF-17, J-10 യുദ്ധവിമാനങ്ങളുടെ താഴ്ന്ന ഉയരത്തിലുള്ള കടന്നുകയറ്റങ്ങളെയും റഡാർ ഒഴിവാക്കലിനായി രൂപകൽപ്പന ചെയ്ത ബാബർ ക്രൂയിസ് മിസൈലുകളെയും ഈ സംവിധാനം പ്രതിരോധിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള മുൻകാല അഭ്യാസങ്ങളിൽ S-400 യൂണിറ്റുകൾ ഫലപ്രാപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പഞ്ചാബ്, രാജസ്ഥാൻ അതിർത്തികളിൽ S-350 കൂടുതൽ സ്വതന്ത്രമായ കവറേജാണ് നൽകുന്നത്. അതിന്റെ ദ്രുത പ്രതികരണവും സാച്ചുറേഷൻ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയും ഡ്രോണുകളുടെ കൂട്ടത്തെയും കൃത്യമായ ആക്രമണങ്ങളെയും തടയുന്നുണ്ട്. J-20 സ്വെൽസ് ഫൈറ്ററുകൾ, DF-17 ഹൈപ്പർസോണിക് മിസൈലുകൾ, വിപുലമായ ഡ്രോൺ കപ്പലുകൾ എന്നിവ ഉപയോഗിച്ച് ചൈന കൂടുതൽ സങ്കീർണമായ വെല്ലുവിളികളാണ് ഉയർത്തിവരുന്നത്. ലഡാക്ക്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള സ്ഥലങ്ങളിൽ S-350ന്റെ ദ്രുത മൾട്ടി ഇടപഴകൽ അനിവാര്യമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. S-400മായി ചേർന്ന് ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് ഭീഷണികൾക്കെതിരായ പ്രതിരോധം ശക്തിപ്പെടുന്നു. ഇത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ ആക്രമണ സ്വാതന്ത്ര്യമാണ് നൽകുന്നത്. സാങ്കേതിക കൈമാറ്റത്തിന് കീഴിലുള്ള പ്രാദേശിക ഉൽപാദനം ആത്മനിർഭർ ഭാരത് സംരംഭങ്ങളെ പിന്തുണയ്ക്കുകയും മിസൈൽ നിർമ്മാണത്തിനും റഡാർ സംവിധാനങ്ങളിലും തദ്ദേശീയ കഴിവുകൾ വളർത്തിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ശൃംഖലയിലേക്കുള്ള തടസ്സമില്ലാത്ത സംയോജനത്തിന് റോസ്ക് ഊന്നൽ നൽകുന്നു. മൊത്തത്തിലുള്ള പ്രതികരണശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 2026ന്റെ തുടക്കത്തിൽ ഒരു കരാറും ഇതുവരെ അന്തിമമാക്കിയിട്ടില്ലെങ്കിലും ബാഹ്യ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാകുന്ന സാഹചര്യത്തിൽ ഈ നിർദ്ദേശം സ്വീകാര്യതയാണ് നേടുന്നത്. തന്ത്രപരമായ നേട്ടങ്ങൾ തടസ്സപ്പെടുത്തലിനും അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്. മുൻകരുതൽ പ്രവർത്തനങ്ങൾക്കായി വ്യോമ ആസ്തികളെ സ്വതന്ത്രമാക്കുകയും എതിരാളികളുടെ പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. S-350ന്റെ തെളിയിക്കപ്പെട്ട ചലനാത്മകതയും വെടിവയ്പ് നിരക്കും
സമതലങ്ങൾ മുതൽ പർവ്വതങ്ങൾ വരെയുള്ള ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങൾക്ക് അനുയോജ്യമാണ്. ആത്യന്തികമായി 2 അതിർത്തികളിൽ നിന്നും വികസിക്കുന്ന ഈ വ്യോമ ഭീഷണികൾക്കെതിരെ ശക്തമായ ഒരു കവചത്തെ തന്നെ ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.